പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നവരാണ് നമ്മൾ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കാം. ഒരുപക്ഷെ നമ്മളെക്കാൾ ആവശ്യത്തിലിരിക്കുന്നവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. നമ്മൾ ഈശോയോട് ചേർന്ന് നിന്നാൽ ഈശോ നമ്മോടും ചേർന്ന് നിൽക്കും. അവിടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ആ ഒരു വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി ദിവ്യകാരുണ്യനാഥനിൽ ശക്തമായ ദൈവസാന്നിധ്യം, ദൈവിക ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്വതന്ത്രമായിട്ട് അല്പസമയം സ്തുതിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ കോർത്തിണക്കണമേ. ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കൃപയും കരുണയും വർഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ പൂരിതരാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈശോയുടെ കരുണ, അളവറ്റ കരുണ നാം എല്ലാവരുടെ മേലും വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. സ്വസ്ഥമായിട്ടിരുന്ന് കർത്താവിൻ്റെ വചന വെളിച്ചത്തിൽ ദൈവകരുണയെക്കുറിച്ച് അല്പനേരം ധ്യാനിക്കാം. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അത് അറിയാൻ ഒന്ന് രണ്ട് വചനങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. ഒന്ന്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷന്മാരാണ്. ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർ വിഡ്ഢികളായിട്ട് ജീവിക്കുക. ദൈവത്തെ നമ്മൾ അറിയണം. അറിവ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അറിവാണ് നമ്മെ രക്ഷിക്കുന്നത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ന്റെ 3-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവനും ഈ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോക ജീവിതം അനുഗ്രഹപ്രദമാകാനായിട്ട് ഈ അറിവ് നമ്മളെ ഒരുപാട് സഹായിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു വചനം 1 യോഹന്നാൻ 4:8. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്. ദൈവത്തെ അറിഞ്ഞവർക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ അറിഞ്ഞവരാണ്. കാരണം ദൈവം സ്നേഹമാണ്. ഈ ഒരറിവ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ ഒരറിവ് നമ്മുടെ ജീവിതത്തെ ലക്ഷ്യബോധത്തിലേക്ക് നയിക്കും. ഈ ഒരറിവ് ലക്ഷ്യത്തിലെത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ കാണുന്നുണ്ട് 1 കൊറിന്തോസ് 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വചനമെടുത്താൽ, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തെ അറിഞ്ഞ്, ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ് അറിവിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ സ്നേഹിച്ച് ജീവിക്കുക.
മറ്റ് പരാജയങ്ങളെ പോലെയല്ല ഈ ഒരു പരാജയം. ദൈവത്തെ അറിയുന്നതിൽ വരുന്ന പരാജയം, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ വരുന്ന പരാജയം. അതിൻ്റെ മുമ്പിൽ പരീക്ഷയിൽ തോറ്റുപോകുന്നത് എത്ര നിസ്സാരം, ബിസിനസ്സിൽ പരാജയപ്പെടുന്നത് എത്ര നിസ്സാരം. കാരണം അതൊന്നും നമ്മുടെ ജീവിതം പരാജയപ്പെടുന്നതിന് കാരണമാകത്തില്ല. പക്ഷേ സ്നേഹിക്കുന്നതിൽ പരാജയപ്പെടുന്നവരെ ജീവിതത്തിൽ തന്നെ പരാജയപ്പെടുകയാണ്. അങ്ങനെ ഒരു പരാജയത്തിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. പ്രാർത്ഥിക്കുന്നവർക്ക്, ബൈബിൾ വായിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ആ കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷകളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരുടെ ഓർമ്മയിൽ എപ്പോഴും ഈ സന്ദേശങ്ങൾ ഉണ്ടാവും. ഇതിലൊന്നാമത്തേത്, നമ്മുടെ പ്രശ്നത്തിൻ്റെ വലിപ്പത്തേക്കാൾ ദൈവത്തിൻ്റെ വലിപ്പം ഉയർന്നു നിൽക്കുന്നതാണ്. ഇതറിയില്ലാത്തവർ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവരുടനെ നിരാശപ്പെടും, അസ്വസ്ഥരാകും, വേണേ മരിക്കാൻ പോലും ചിന്തിച്ചെന്ന് വരും. ആത്മഹത്യാ പ്രവണത, അതേക്കുറിച്ച് പോലെ ഉള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വന്നെന്ന് വരും. ഇങ്ങനെ പെട്ടെന്നൊരു തോന്നിപ്പോയി ആത്മഹത്യ ചെയ്തിട്ടുള്ളവരുമുണ്ട്. നിസ്സാര തുക കടബാധ്യത വന്നപ്പോഴേ ഓടിപ്പോയി ആത്മഹത്യ ചെയ്ത വ്യക്തികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി എന്താ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ പ്രശ്നത്തിൻ്റെ വലിപ്പത്തേക്കാൾ ദൈവത്തിൻ്റെ വലിപ്പം ഒരുപാട് ഉയർന്നു നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ട്. നമ്മുടെ പ്രശ്നം എത്ര വലുതാണേലും ദൈവത്തിന് അത് വെറും നിസാരമാണ്. അതുകൊണ്ടാണ് ലൂക്കാ 18:27 നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവകൃപ ലഭിച്ചവർക്ക് സാധ്യമാണ്. ഈ മരിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ അവരുടെ മനസ്സിൽ കൂടെ പോകുന്ന എന്താ? ഇതൊന്നും എനിക്ക് സാധ്യമായ കാര്യമല്ല, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നില്ല, എനിക്കിനി പ്രതീക്ഷയ്ക്ക് വകയില്ല, ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ അവരെ ഭരിച്ചത് കൊണ്ടല്ലേ ആത്മഹത്യയെക്കുറിച്ച് അവർ ചിന്തിച്ചത്. ആരോഗ്യമുള്ള മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത അവരിലേക്ക് വരേണ്ട ആവശ്യമില്ല. മനുഷ്യർക്ക് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ദൈവത്തിന് പറ്റുമെന്നുള്ള ആ ഒരു ബോധ്യമുണ്ടാകണം. ചില കേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മെഡിക്കൽ സയൻസ് അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. മെഡിക്കൽ സയൻസിൻ്റെ ആ ഒരു നന്മ കൊണ്ട് നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ പോകുന്നില്ല. അങ്ങനെ കേട്ടിട്ട് പോലും എന്നാൽ പിന്നെ ഞാനങ്ങ് മരിച്ചേക്കാം എന്ന് ചിന്തിക്കാതെ പ്രത്യാശയിൽ തുടരുന്നവരുണ്ട്. കാരണം അവരുടെ മനസ്സിൽ കൂടെ പോകുന്നൊരു കാര്യം, മെഡിക്കൽ സയൻസിനേക്കാൾ വലുതാണ് ദൈവം. ആ ദൈവത്തിന് വേണമെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ പറ്റും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, മരുന്നോ ലേപനോ ഔഷധമല്ല, എല്ലാവരെയും സുഖപ്പെടുത്താൻ ശക്തിയുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ഒരു ബോധ്യവും വിശ്വാസവും ഒക്കെ ഉള്ളവരെ അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്നിടത്തും പ്രാർത്ഥനയിലൂടെ ദൈവം സാധ്യമാക്കുമെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക്, മനസ്സിൻ്റെ ഒരു ഉറപ്പിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. രണ്ടാമതൊരു കാര്യം, ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പാപത്തിൻ്റെ വലിപ്പത്തേക്കാൾ ദൈവത്തിൻ്റെ കരുണ ഉയർന്നു നിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളാരും നമ്മുടെ ഇന്നലകളിലെ പാപത്തിൻ്റെ പേരിൽ നിരാശപ്പെടുകയോ മരിക്കാൻ പോകുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ പാപത്തിൻ്റെ ആ ഒരു സൈസിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ്. നമുക്കറിയാം, വചനം വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവകരുണയുടെ വ്യാപ്തി അത് ആകാശത്തോളം ഉന്നതമാണ്, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ഭൂമിയിലെല്ലാം വ്യാപിച്ചു കിടക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ഇതെല്ലാം ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12:13 വായിച്ചാൽ, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുണ്ട്? അതുപോലെ കരുണയുള്ള മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്താ? ദൈവത്തിൻ്റെ കരുണയുടെ വലിപ്പം. ഇനി അതിൻ്റെ മുമ്പിൽ നമ്മുടെ പാപത്തിൻ്റെ വലിപ്പം എത്ര നിസ്സാരം. നമുക്ക് ഏതാനും ബൈബിൾ കഥാപാത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, അവരുടെയൊക്കെ ജീവിതം തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ നിന്ന് പോലും അത് വീണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചു. കാരണം ദൈവത്തിൻ്റെ കരുണ.
നമുക്ക് കാണാൻ സാധിക്കും പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്. ചെറിയ പാപമൊന്നുമല്ല, തള്ളിപ്പറഞ്ഞതാണ്. എനിക്കിവനെ അറിയത്തില്ല എന്ന് പോലും പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ കാണുന്നു ലൂക്ക 22:62 വായിച്ചാൽ കുത്തിയിരുന്ന് കരയുന്ന പത്രോസിനെ കാണാൻ പറ്റും. അങ്ങനെ അവന് മനം നൊന്ത് കരഞ്ഞു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മനം നൊന്ത് കരഞ്ഞു. അവർ കരച്ചിലൂടെ അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായി. അവൻ തന്നെ അപ്പസ്തോലന്മാരുടെ തലവനായിട്ട് തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കരുണ. അവന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ പാപത്തിൻ്റെ വലിപ്പം നോക്കാതെ അവനെ വീണ്ടെടുക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. മഗ്ദലന മറിയത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് വചനത്തിൽ കൃത്യമായി നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ലൂക്ക 8 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മറിയം മഗ്ദലന അവളിൽ നിന്നും 7 അശുദ്ധാത്മാക്കളെ പുറത്താക്കിയതാണ്. ഒരു കാലത്ത് അവളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അടിമ. പാപം മൂലം ദൈവത്തിൽ നിന്ന് അങ്ങേയറ്റം അകന്നുപോയ ഒരു വ്യക്തി. നന്മ എന്ന് പറയുന്നത് അവളിൽ ഇല്ലായിരുന്നു. 7 എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ ഒരു നമ്പറായി. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നശിച്ച ഒരു വ്യക്തി. 7 അശുദ്ധാത്മാക്കൾ എന്ന് പറയുമ്പോൾ ആ അവസ്ഥയിൽ നിന്നും കർത്താവ് അവളെ വീണ്ടെടുക്കുന്നതാണ് നമ്മൾ കാണുക. ദൈവത്തിൻ്റെ കരുണയല്ലാതെ മറ്റെന്താണ്? അവളെ വീണ്ടെടുക്കുകയും മാത്രമല്ല, പിന്നീട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിൻ്റെ പേരിൽ അവൾക്ക് യേശുവിനോടുണ്ടായിരുന്നത് പ്രാണനുതുല്യം സ്നേഹം. അതുകൊണ്ട് ഇന്നലകളെല്ലാം മറന്നിട്ട് ഉത്ഥാനം ചെയ്ത കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആർക്കാ? മഗ്ദലന മറിയത്തിന്. അതാണ് ദൈവത്തിൻ്റെ കരുണയുടെ വ്യാപ്തി, വലിപ്പം എന്നുള്ളത് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണെന്ന് അതിലൂടെ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 23 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നല്ല കള്ളനെ കുറിച്ച്. 43 വചനം എടുത്താൽ കാണാൻ പറ്റും. നല്ല കള്ളൻ അവൻ വലതുവശത്ത് കിടന്ന് ആകെ പറഞ്ഞൊരു കാര്യം, എന്നെ കൂടെ ഒന്ന് ഓർക്കണം. നീ പറുദീസായിലായിരിക്കും, എനിക്കറിയാം. നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർത്തേക്കണം. കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പലരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും എന്ന് പറഞ്ഞു. അതൊക്കെ പാപത്തിൻ്റെ അടിമയായിരുന്ന അങ്ങനെ ഒരു ലജ്ജാകരമായ മരണത്തിന് വിധിക്കപ്പെട്ട ആ മനുഷ്യൻ ഒന്ന് മാനസാന്തരപ്പെട്ട് ഒന്ന് അനുദപിച്ച് വിശ്വാസത്തോടെ കർത്താവിനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവന് കിട്ടിയ അവകാശം ചെറുതുവല്ലായിരുന്നു. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ഇതിനേക്കാൾ നന്നായി ജീവിച്ച വ്യക്തികൾക്ക് പോലും വേണേൽ കൂടുതൽ സമയം ശുദ്ധീകരണം കഴിഞ്ഞിട്ടാണ് പറുദീസായിലേക്ക് അവർ ഉയർത്തപ്പെട്ടത്. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? ഒരു കാരണവശാലും നമ്മൾ ആരെയും വിധിക്കരുത്. അവരുടെ ഈ ഒരു സ്വഭാവം കാരണം, പ്രവൃത്തി കാരണം ഉറപ്പായിട്ട് അവർ നരകത്തിൽ പോകും എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. അവരുടെ മരണത്തിന് മുമ്പ് ഏത് സമയത്ത് വേണേലും അവർക്ക് അനുദപിച്ച് വിശ്വാസം സ്വീകരിച്ച് രക്ഷപ്രാപിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഇതുപോലെ കരുണ കാണിച്ച, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായി മാറണം. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എല്ലാം ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും ഈശോയെ അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന